ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂർ കൊരട്ടിയിൽ ഇതര സംസ്ഥാനക്കാരൻ കട അടിച്ചു തകർത്തു. കൊരട്ടി പെരുമ്പയിലെ ബത്ലേഹം ചർച്ച് ആർട്ടിക്കിൾസ് എന്ന കടയാണ് തല്ലി തകർത്തത്. ഇന്നലെ വൈകിട്ട് എന്റെ മകൻ കട പൂട്ടിപ്പോയതാണ്. ഇന്ന് രാവിലെ 6:30 6:45 ഇടയ്ക്കാണ് ഒരു സംസാരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ നാട്ടുകാർ പിടിച്ചു വെച്ചു. ആളുടെ കയ്യിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചാൽ അവർക്ക് നാട്ടുകാർക്ക് വളഞ്ഞു വെക്കാനേ പറ്റുള്ളൂ, തൊടാൻ പറ്റണില്ല. അങ്ങനെ വ്യക്തിയെ ഷട്ടർ കുത്തിപ്പൊളിച്ച് ചില്ല് പൊട്ടിച്ച് രൂപങ്ങൾ തട്ടിയിട്ട് ചെറിയ പൈസ അധികം കൊണ്ടുപോയിട്ടില്ല ആള്. ഞാൻ പള്ളിയിൽ പോയി വന്നപ്പോ ഞങ്ങളുടെ ഫോൺ നിന്നടിക്കായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ. നാട്ടുകാരെല്ലാവരും വിളിച്ചു പറഞ്ഞു. അതോടൊപ്പം ഇവിടെ വന്ന് അപ്പൊ തന്നെ പോലീസുകാർ ഇവിടെ വന്നിട്ടായിരുന്നു. പോലീസുകാർ കൃത്യമായിട്ട് ആ വ്യക്തിയെ ജീപ്പിൽ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു, സംസാരിച്ചു, ഞാൻ പോകുന്നു. എനിക്ക് ഇതൊക്കെയാണ് നാശനഷ്ടം. എന്തായാലും കൃത്യമായതിന് ദൈവത്തിന് നന്ദി. വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, ഇപ്പോൾ ഈ വാർത്തയിൽ കാണുന്ന ആളുടെ സംഭാഷണം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതൊരു മോഷണ ശ്രമമാണ് എന്നുള്ളതാണ്. മോഷണം മാത്രമായിരുന്നു ആ കട അടിച്ചു തകർത്ത ആളുടെ ഉദ്ദേശം? മറ്റെന്തെങ്കിലും കാരണം അതിന് പിന്നിലുണ്ടോ? അനുപ്രിയ, ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് തൃശ്ശൂർ കൊരട്ടിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ കൊരട്ടി എന്ന ടൗൺ പ്രദേശത്തെ ബത്ലഹേം ചർച്ച് ആർട്ടിക്കിൾ എന്ന ആ ഒരു കടയിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. രാവിലെ ആയതിനാൽ തന്നെ അധികം ആൾക്കാരൊന്നും ഈ ടൗണിൽ ഉണ്ടായിരുന്നില്ല. ഈ ഇതര സംസ്ഥാന തൊഴിലാളി ഈ സംഭവ സ്ഥലത്തേക്ക്, ഈ കടയിലേക്ക് എത്തുകയും ഈ കടയിലെ ഷട്ടർ, അതിൻ്റെ പൂട്ട് ആദ്യം കല്ലുപയോഗിച്ച് തകർക്കുകയായിരുന്നു. ശേഷം കടയ്ക്കകത്ത് കയറുകയും കടയുടെ ഗ്ലാസുകളൊക്കെ തന്നെയും പൂർണ്ണമായും തല്ലി തകർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കടയുടെ അകത്തേക്ക് കയറി, അത് ദൈവരൂപങ്ങൾ വിൽക്കുന്ന ഒരു കടയായിരുന്നു. ഈ ദൈവരൂപങ്ങളൊക്കെ തന്നെ തല്ലി ക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ ശബ്ദം കേട്ടാണ് അതുവഴി പോയവർ ഈ കടയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരികയും ഇത്തരത്തിലൊരു ആക്രമണം കടയിൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ കട ഉടമയായ വിൻസെന്റിനെ ഈ സംഭവം അറിയിക്കുകയുമായിരുന്നു. പിന്നീട് സംഭവ സ്ഥലത്ത് പോലീസ് എത്തുകയും ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഈ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയുമായിരുന്നു. ഇപ്പോൾ അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മോഷണ ശ്രമമാണോ എന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെ തന്നെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കടയിൽ നിന്നും അങ്ങനെ ഒരു തരത്തിലുള്ള പണമോ മറ്റ് വസ്തുക്കളോ ഒന്നും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നിഗമയുള്ള ഒരു നിഗമനം. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ദൈവരൂപങ്ങൾ ഒക്കെ തന്നെയും തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റൊരു ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമാണോ ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും പുറത്തു വരുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. കൃത്യമായ ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭിച്ചിട്ടില്ല. എന്തുതന്നെയായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുപ്രിയ.